വലിയ തോതിൽ കഴിവാർജിച്ച നാട്ടുവൈദ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ടെന്നും അവരുടെ സംഭാവനകൾ യുവ ഗവേഷകർക്ക് വലിയ തോതിൽ കരുത്തായി മാറുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ രംഗത്തും വ്യാജന്മാർ ഉണ്ടാവാം, അവരെ തിരിച്ചറിയണം. അല്ലാതെ പൊതുവെ ആളുകൾ വ്യാജരാണെന്ന് ചിന്തിക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കല്യാട് ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ ഒട്ടേറെ കഴിവുറ്റ ആയുർവേദ ജ്ഞാനികളുണ്ട്. അവരെ പ്രത്യേകമായി കണ്ടെത്തണം. നല്ല ഗവേഷകർ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും വേണം. അതോടൊപ്പം സസ്യങ്ങൾ തിരിച്ചറിയണം. ആയുർവേദത്തിൽ പഠിക്കുന്ന മരുന്നുകളും ആ മരുന്നേതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന നിലയും ഉണ്ടാകണം. തയ്യാറാക്കിയ മരുന്ന് കൊടുക്കാൻ മാത്രം അറിയുന്നവരാണ് മഹാഭൂരിഭാഗം നമ്മുടെ നാട്ടിലെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ആയുർവേദ ഡോക്ടർമാർ. ആ പറയുന്ന ചികിത്സാരീതിയിലെ സസ്യം പോലും എന്താണെന്ന് തിരിച്ചറിയാത്ത ഒട്ടേറെ പേരുണ്ട്. ആ കഴിവാർജിക്കാനാവണം. എങ്കിലേ അത്തരം സസ്യങ്ങൾ സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിലേക്ക് നീങ്ങാൻ പറ്റൂ. ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ലോകമറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുതകുന്ന സമീപനം ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇപ്പോൾ തുറന്ന മനസ്സോടെ കാര്യങ്ങൾ നീക്കാൻ തയ്യാറായാൽ അതിന് തുടർച്ചയുണ്ടാവും. അത്തരമൊരു രീതി ഈ സ്ഥാപനം തുടർന്നുപോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ആദ്യത്തെ ഒരു ആയുർവേദ രംഗത്തെ സമഗ്ര ഗവേഷണ കേന്ദ്രം എന്ന നിലയിലാണ് ഈ സ്ഥാപനം മാറുക. ആ നിലയിലേക്ക് നമുക്ക് ഈ സ്ഥാപനത്തെ വളർത്താനാവണം. ഇവിടെ രാജ്യത്തെ ആദ്യം എന്ന നിലയിലുള്ള ഒട്ടേറെ സ്ഥാനങ്ങൾ നമ്മുടെ കേരളത്തിന് നേടാനായിട്ടുണ്ട്. ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ രാജ്യത്തെ ആദ്യത്തെ സമഗ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഒരു സ്ഥാപനമായി ഈ ആയുർവേദ ഗവേഷണ കേന്ദ്രത്തെ ഉയർത്താൻ സാധിക്കണം. അതിനായി നാടിന്റെയും നാട്ടുകാരുടെയും സഹകരണവും പിന്തുണയും വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വി ശിവദാസൻ MP മുഖ്യാതിഥിയായി. കെ ശൈലജ MLA, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK സുലേഖ, പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശ്രീജ, ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK മുഹമ്മദ്, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.